അല്ലമീൻ നമുക്കൊപ്പം ചേലക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ നോക്കൂ, UDFന്റെ വിജയരഥത്തിൽ നമുക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഉള്ളത് ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ചേലക്കരയിലെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം. രണ്ടു ദൃശ്യങ്ങളും റിപ്പോർട്ടറിന്റെ വിൻഡോയിൽ പ്രേക്ഷകർക്ക് ലഭ്യമാക്കാം. ചേലക്കരയിൽ നടക്കുന്ന ഒരു ബൈക്ക് റാലിയാണ് എന്ന് തോന്നുന്നു. അവിടെ അലി അക്ബർ ഷായും നമുക്കൊപ്പമുണ്ട്. രണ്ടു ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാം. ഒന്ന് ചേലക്കരയിലെ വിജയാഹ്ലാദം, മറ്റൊന്ന് പാലക്കാട്ടെ വിജയാഹ്ലാദം. രണ്ട് വിജയാഹ്ലാദങ്ങളും നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നു. ചേലക്കരയിൽ 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ LDF സ്ഥാനാർത്ഥി UR പ്രദീപിനോടൊപ്പം ഇടത് പ്രവർത്തകർ നടത്തുന്ന റാലിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം അലി അക്ബർ ഷാ കൂടി ചേരുന്നു. അലി അക്ബർ ഷാ, വലിയ ആവേശമാണ് പ്രവർത്തകർക്ക്. UR പ്രദീപിന്റെ ഫോട്ടോയൊക്കെ പതിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ LDF പ്രവർത്തകർ വലിയ റാലി നടത്തുന്ന കാഴ്ച. എവിടെയാണ് UR പ്രദീപ് ഉള്ളത്? അരുൺകുമാർ, ആവേശോജ്വലമായ റോഡ് ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയിൽ UR പ്രദീപിന്റെ ഉജ്ജ്വല വിജയം അത് ഏറ്റവും ഗംഭീരമായ ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ LDF നേരത്തെ തന്നെ സജ്ജമാക്കിയിരിക്കുന്നു. ഇപ്പോൾ കാണുന്നത് LDFന്റെ റോഡ് ഷോ ദേശമംഗലം ഭാഗത്തു കൂടി കടന്നു പോകുന്നതാണ്. നൂറുകണക്കിന് ആളുകളാണ്, നൂറുകണക്കിന് ബൈക്കുകളിലാണ് ഈ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയിരിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരെയും വോട്ടർമാരെയും നേരിൽ കാണുകയാണ് UR പ്രദീപ്. നന്ദി അറിയിക്കുകയാണ്, വിജയത്തിനുള്ള നന്ദി അറിയിക്കുകയാണ് UR പ്രദീപ്. ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം കേരാധാകൃഷ്ണനുണ്ട്, എടുത്തു പറയേണ്ട പേരാണ്. ചേലക്കരയിലെ LDFന്റെ വിജയത്തിന്റെ കാര്യത്തിൽ UR പ്രദീപ് വരുമ്പോൾ കേരാധാകൃഷ്ണനോടുള്ള സ്നേഹം കൂടിയാണ് UR പ്രദീപിനോട് ചേലക്കര പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രചാരണങ്ങൾക്കും കേരാധാകൃഷ്ണനായി ഇപ്പോൾ വഴിയോരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. തങ്ങളുടെ സ്ഥാനാർത്ഥി, തങ്ങളുടെ MLA കാണാനായി, തങ്ങളുടെ നായകനെ കാണാനായി നൂറുകണക്കിന് പ്രവർത്തകർ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. പലവിധ ആരോപണ പ്രഖ്യാപനങ്ങളിലൂടെ കടന്നുപോയത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തേത്. ഇത്തവണ ചേലക്കരയിൽ LDFന് വമ്പിച്ച തിരിച്ചടി നേരിടുമെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രണ്ട് മുന്നണികളും രംഗത്തെത്തിയത്. സർക്കാരിനെതിരായ ജനവികാരം ഈ ചേലക്കരയിൽ പ്രകടമാകും. സർക്കാരിനെതിരായ വികാരം, കേരളത്തിലാകെയുള്ള വികാരം അത് ചേലക്കരയിൽ പ്രകടമാകുമെന്നായിരുന്നു രണ്ട് മുന്നണികളും പ്രചാരണ സമയത്ത് ഏറ്റവും പ്രധാന ആയുധമായി ഉന്നയിച്ചത്. പക്ഷേ അതെല്ലാം, എല്ലാ ആരോപണങ്ങൾക്കുമുള്ള രാഷ്ട്രീയ മറുപടിയായി ചേലക്കരയിലെ LDFന്റെ വിജയം മാറുമ്പോൾ ആ വോട്ട് നൽകിയ വോട്ടർമാരെ നേരിൽ കണ്ട് സ്നേഹം അറിയിക്കുകയാണ് ഇപ്പോൾ UR പ്രദീപ്. ഈ റോഡ് ഷോയ്ക്ക് കാണാനായി നിരവധി ആളുകൾ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. നേരത്തെ തന്നെ BJPക്ക് വലിയൊരു മുന്നോട്ട് ഉണ്ടാക്കാൻ ഇത്തവണ ചേലക്കരയിൽ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമായിരുന്നു NDA ക്യാമ്പ് പ്രകടിപ്പിച്ചത്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായില്ല. മറ്റൊരു പ്രധാന കാര്യം, ഇത്തവണ ഈ മൂന്ന് മുന്നണികൾക്ക് പുറമെ DMK സ്ഥാനാർത്ഥി DMK സ്ഥാനാർത്ഥിയും ചേലക്കരയിൽ മത്സരിച്ചു എന്നതാണ്. സർക്കാരിനെതിരായ ജനവികാരം തങ്ങൾക്ക് വോട്ടായി മാറ്റാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമായിരുന്നു DMK പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് വോട്ട് നേടാൻ ഒരു ചിത്രത്തിലേ കയറി വരാനുള്ള സാഹചര്യം ഇല്ലാത്ത നിലയിലേക്ക് DMKയും താഴേക്ക് പോയി. DMK സ്ഥാനാർത്ഥി തന്നെ പ്രതികരിച്ചു, ഇത്രയും കനത്ത ഒരു പരാജയം, ഇത്രയും കനത്ത ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. കുറെ കൂടി വോട്ട് നേടാൻ ചേലക്കരയിൽ ഇത്തവണ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തനിക്കും പാർട്ടിക്കും ഉണ്ടായിരുന്നു എന്ന് DMK സ്ഥാനാർത്ഥി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും കെ രാധാകൃഷ്ണൻ ചേലക്കരയിലെ UR പ്രദീപിന്റെ വിജയം ഉറപ്പിച്ചതിന് ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചത് ചേലക്കര ചെങ്കോട്ടയാണെന്നായിരുന്നു. അത് ഉറപ്പിക്കുന്ന നിലയിലുള്ള പ്രചാരണ പരിപാടികൾ തന്നെയായിരുന്നു LDF ചേലക്കരയിൽ നടത്തിയത്. അത് ഉറപ്പിക്കുന്ന നിലയിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് UR പ്രദീപിന് ഇപ്പോൾ വഴിയോരങ്ങളിൽ വോട്ടർമാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആവേശോജ്വലമായ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ റോഡ് ഷോ അവസാനിക്കും. ചേലക്കരയുടെ നായകനായി അങ്ങനെ UR പ്രദീപ് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇത് LDFനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മറുപടി കൂടിയാണ്. എതിരാളികളുടെ സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്ന ആരോപണത്തിനുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ് ചേലക്കരയിലെ വിജയം. ചേലക്കര നിലനിർത്തുന്നു എന്ന് പറയുമ്പോഴും ഇത്തവണ അത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യം തന്നെയായിരുന്നു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ. പക്ഷേ അപ്പോഴും LDF ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ചേലക്കര കൈവിട്ടു പോകില്ല. ചേലക്കര ഇത്തവണയും തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ചുവന്ന് തന്നെ പൂക്കുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസം LDF ആദ്യഘട്ടത്തിൽ തന്നെ പങ്കുവച്ചിരുന്നു. അതിൽ അവസാന ഘട്ടം വരെ ഉറച്ചു നിന്നിരുന്നു. പെട്ടി പൊട്ടുമ്പോൾ എന്തായാലും ചേലക്കര വീണ്ടും ചോന്നു പുത്തിരിക്കുന്നു. തങ്ങളുടെ പ്രതിനിധിക്കായി UR പ്രദീപിന് സ്നേഹാദരങ്ങൾ അർപ്പിക്കാനായി നിരവധി പ്രവർത്തകർ, വോട്ടർമാർ എന്തായാലും ചേലക്കരയുടെ തെരുവോരങ്ങളിൽ എന്തായാലും തടിച്ചുകൂടിയിട്ടുണ്ട്. തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് UR പ്രദീപ് സ്നേഹമറിയിക്കുന്നു, നേരിൽ കണ്ട് സ്നേഹമറിയിക്കുന്നു. ഗംഭീരമായ ആവേശോജ്വലമായ LDFന്റെ റോഡ് ഷോയാണ് ചേലക്കരയിൽ പുരോഗമിക്കുന്നത്. അരുൺകുമാർ, ഇപ്പോൾ